സിനിമാ ലോകത്തെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളിയെ സംബന്ധിച്ച് മലയാള ഭാഷ അതിൻ്റെ എല്ലാ സൗകുമാര്യത്തിലും വിമർശനത്തിനായി ഉപയോഗിക്കുമ്പോൾ പോലും ആ സൗകുമാര്യം നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ, അതിന് രാഷ്ട്രീയ നിയന്ത്രണമുണ്ടെങ്കിൽ ആ നിയന്ത്രണങ്ങളെയെല്ലാം ഒരുപക്ഷെ നേർവഴിക്ക് നയിക്കുന്നതിന് സിനിമയിലെ സാഹിത്യം എന്നത് ഇത്രയധികം വിപുലമായി നിരന്തരമായി ഉപയോഗിച്ച ഒരു സാഹിത്യകാരൻ എന്ന് തന്നെ ഞാൻ ശ്രീനിയേട്ടനെ വിളിക്കും. ഉപയോഗിച്ച മറ്റൊരു സാഹിത്യകാരൻ സിനിമയിലുണ്ടോ എന്ന് നമ്മളിനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരുപാട് വേരിയേഷൻസൊക്കെ നമ്മൾ അനുഭവത്തിലൂടെ ഒരുപാട് അറിവിലേക്കും സുഖത്തിലേക്കും ജ്ഞാനത്തിലേക്കും ഒക്കെ പകർന്നെടുത്തിട്ടുണ്ടാവാം. എങ്കിലും ശ്രീനിയേട്ടൻ്റെ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തിൻ്റെ യാനത്തിലൂടെ, അത് സിനിമാ വേദിയിൽ എങ്കിൽ അങ്ങനെ വേറിട്ട ഒരു കാഴ്ചപ്പാട്, ഒരു ശുദ്ധീകരിച്ച കാഴ്ചപ്പാട് മലയാളിക്ക് നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ പേഴ്സണലായിട്ട് ദുഃഖം എന്ന് പറയുന്നതിന് കാരണം അതിന് 1982, 83, 84 കാലഘട്ടത്തോളം പഴക്കമുണ്ട് ആ ബന്ധത്തിന്. ബന്ധം ഒരുപക്ഷെ എൻ്റെ അച്ഛനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഹൃദ്യമായ ബന്ധം തന്നെയാണ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പിന്നീട് ഒരുപാട് ലേഖനങ്ങളിലൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റെഫറൻസ് ഒരിക്കലും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ദീർഘകാലം വളരെ ഇൻറ്റർമിറ്റൻ്റായിട്ട് കൊല്ലത്ത് തിരുവങ്കടം മുതലാളി, നമ്മുടെ സുരേഷ് കുമാറിൻ്റെയും സനൽകുമാറിൻ്റെയൊക്കെ പ്രൊഡക്ഷന് ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട്, അവരെയൊക്കെ സിനിമാക്കാരാക്കുന്നത്. അതുപോലെ തന്നെ ലാൽ സാറിൻ്റെ സിനിമ ചെയ്ത തിരനോട്ടം ചെയ്ത അശോക് കുമാറേട്ടൻ, ഇവരെല്ലാം ഒരുപാട് അവരെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിച്ച ഒരു വലിയ ധനികനായ സിനിമയുടെ ഒരു വലിയ ആരാധകനും പ്രൊമോട്ടറുമായിരുന്നു. അദ്ദേഹമാണ് അവിടെ കൊല്ലത്ത് എൻ്റെ അച്ഛൻ്റെ ലോഡ്ജിൽ ശ്രീനേട്ടനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സിനിമയുടെ രചനയുമായി ബന്ധപ്പെട്ട് വന്ന് താമസിച്ച കാലഘട്ടം. ഇതൊക്കെ ഒരുപക്ഷെ അവിടെ ചില സമയത്ത് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യഥകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പല ദിവസങ്ങളിലും ചിലപ്പം ഭക്ഷണത്തിന് പോലും കാശ് എത്തിച്ച് കിട്ടാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വലിയൊരു ഹാഷ് പാസ്റ്റ് അദ്ദേഹത്തിനുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടുന്ന് തുടങ്ങിയ ബന്ധം സിനിമയിലെത്തുമ്പോൾ എനിക്ക് ഒരു മുഴുനീള ചിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സാധ്യമായി വന്നത് ആനവാൽ മോതിരമാണ്. ഞാൻ ഒരിക്കലും ഒരു സിനിമയിലെ സഹനടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സീനിയർ, മോസ്റ്റ് അഡ്മയറബിൾ സീനിയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വിലയിരുത്തുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക്, അതിപ്പം മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ആരാധിക്കുന്ന ഒരു തലത്തിലല്ല, കുറച്ചുകൂടി ഒരു അതിനൊരു തലം വേറെയാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന സിനിമ പ്രവർത്തകനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിനായി ഒരു പ്രത്യേക തലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ആദരവിലൂടെ നമ്മളത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം മലയാളിക്കുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ വേർപാടെന്ന് പറയുന്നത് അതീവ ദുഃഖത്തിൽ മലയാളിയെ ആഴ്ത്തുന്ന ഒരു മുഹൂർത്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാം ദുഃഖത്തിൽ, ബന്ധുക്കളുടെ എല്ലാം ദുഃഖത്തിൽ കണ്ണീരോടെ പങ്കുചേരുന്നു. മലയാളികളുടെ കണ്ണീരോടൊപ്പം ഞാൻ.